ശ്രീ ജോസഫ് ആന്റണി കൂടി വിദേശകാര്യ രംഗത്തെ വിദഗ്ധൻ കൂടി ചേരുകയാണ്. ശ്രീ ജോസഫ് ആന്റണി, കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണമുണ്ടായ ഏതാണ്ട് അതേസമയം സമാനമായ രീതിയിൽ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ഇത്തരത്തിലുള്ള വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെ സാഹചര്യമല്ല. ഒരു വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ആശ്വാസകരമായ മണിക്കൂറുകളിലേക്ക് രാജ്യം കടന്ന ഘട്ടം കൂടിയാണ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരു കരാറിന്റെ ലംഘനം ഉണ്ടായോ എന്നുള്ള ചോദ്യം നമുക്ക് മുന്നിൽ ഇങ്ങനെ വലിയൊരു ചോദ്യമായി നിൽക്കുകയാണ്. ഈ സംഭവ വികാസങ്ങളെ പരിശോധിക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അതൊരു ബോധപൂർവമായ ഒരു വെടിനിർത്തൽ ലംഘനമാണ് എന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഞാൻ ഈ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് നേരത്തെ നമ്മുടെ ഈ അതിർത്തികൾ മുഴുവൻ അത് ഈ വ്യോമാക്രമണമല്ല, എന്താണ് നമ്മൾ പറയുന്ന ഡ്രോണുകളും മിസൈലുകളും ഒക്കെ അയക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ വ്യാപകമായ ഒരു ഡ്രോൺ ആക്രമണമോ മിസൈൽ ആക്രമണമോ ഉള്ളതായി ഇപ്പോൾ റിപ്പോർട്ട് കാണുന്നില്ല. എന്ന് മാത്രമല്ല, പല മേഖലകളിലും നേരത്തെ ഉണ്ടായിരുന്നതുപോലെ ഇപ്പോഴില്ല എന്നും കാണുന്നു. എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നത്? ഒരു കമ്മ്യൂണിക്കേഷൻ എററാണോ? ഹൈറാർക്കി, ഒരു മിലിറ്ററി ഹൈറാർക്കിയിലെ ഒരു ഉത്തരവ് കൊടുക്കുന്നതിലുണ്ടായ പിഴവുകൾ വല്ലതുമാണോ? അതോ ബോധപൂർവമായിട്ട് ഈ സേനയിലെ ഏതെങ്കിലും വിഭാഗം നടത്തിയതാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് കൃത്യമായി ഒരു ധാരണ കിട്ടുന്നില്ല, സത്യം പറഞ്ഞാൽ. അപ്പൊ എന്തായാലും നമുക്ക് അല്പം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യത്തിൽ. അതെ അതെ, ഇപ്പോൾ ഈ രംഗത്തെ വിദഗ്ധരടക്കം താങ്കൾ പറഞ്ഞതുപോലെ ഒരു സമാനമായ അഭിപ്രായം പങ്കുവെച്ച് കണ്ടു. ഈ ആശയവിനിമയത്തിലടക്കം വന്ന പ്രശ്നമായിരിക്കാം. സാധാരണഗതിയിൽ അങ്ങനെയൊന്നും സംഭവിക്കാറുണ്ടോ? കാരണം ഇരു രാജ്യങ്ങൾ തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടുന്നു, അത് ഔദ്യോഗികമായി ഒരു തീരുമാനം വരികയാണല്ലോ. അപ്പോൾ അതിങ്ങനെ ആശയവിനിമയത്തിലെ പ്രശ്നങ്ങളടക്കം ഉണ്ടാകാറുണ്ടോ? അതൊരു സാധാരണ സംഭവമാണോ? നേരത്തെ അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത് വെടിനിർത്തൽ ഉണ്ടാകുന്നു, വെടിനിർത്തലിന്റെ കമ്മ്യൂണിക്കേഷൻ കൃത്യമായി കിട്ടാതെ വരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അത് ഉണ്ടാവേണ്ട സാധ്യതയില്ല. കാരണം ഇത്രമാത്രം വാർത്താവിനിമയ സംവിധാനങ്ങൾ വികസിച്ചു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത തുലവും കുറവാണ്. അവിടെയാണ് നമുക്കൊരു സംശയം ഉണ്ടാകുന്നത്. കാരണം 6 മണിക്ക് വെടിനിർത്തൽ ഉണ്ടാകുന്നു, 9 മണിക്ക് വീണ്ടും ഒരു വെടിനിർത്തൽ ആരംഭിക്കുക എന്നത് അസ്വാഭാവികമായ കാര്യമാണ്. അവിടെയാണ് നമുക്ക് ചില സംശയങ്ങൾ ഉണ്ടാകുന്നത്. ഈ സേനയിലെ ഈ വെടിനിർത്തലിനോട് യോജിക്കാത്ത വിഭാഗങ്ങൾ, കാരണം നമുക്ക് ഈ പാകിസ്ഥാൻ സൈന്യമായതുകൊണ്ടാണ് നമുക്കതൊന്നും പറയാൻ കഴിയാത്തത്. കാരണം പാകിസ്ഥാൻ സേനയിൽ തന്നെ യാസിൻ മുനീറിനോട് യോജിക്കുന്നവരും യോജിക്കാത്തവരും അങ്ങനെയൊക്കെ ഉള്ള വിഭാഗങ്ങളുണ്ട് എന്ന് വാർത്തകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും വിഭാഗം ഈ ഇതിനോട് വിയോജിച്ചുകൊണ്ട് ഇത്തരത്തിൽ ആക്രമണം നടത്തിയതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. അതാണ് അതിനകത്തുള്ളൊരു പ്രശ്നം. ശരി ശരി, വളരെ നന്ദി സാർ, എന്തായാലും ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.